നവ്യ നായരുടെ പ്രഖ്യാപനം കേട്ട പാക് പ്രേമികൾ ഇങ്ങനെ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. നവ്യ നായർ ഇതൊക്കെ പറയുമോ എന്നുള്ളതാണ് ഇവറ്റകളുടെ ആദ്യത്തെ ഞെട്ടലിന്റെ കാരണം. എന്തായാലും നവ്യ നായർ പറഞ്ഞത് എന്താണ് എന്ന് പ്രേക്ഷകർ ആദ്യം ഒന്ന് കേട്ടു നോക്കും. പ്രത്യേകിച്ച് എന്ത് ചെയ്യും എങ്ങനെ ചെയ്യും എന്ന് യാതൊരു ബോധ്യവും ഇല്ലാത്ത ആൾക്കാരാണ് അപ്പുറത്ത് നിൽക്കുന്ന പാകിസ്ഥാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പുറത്ത് നിൽക്കുന്ന ഇന്ത്യക്കാർ ഒന്നൊരുമിച്ച് എന്ത് വിളിക്കണം? വന്ദേ മാതരം, വന്ദേ മാതരം. കേട്ടല്ലോ, വന്ദേ മാതരം, വന്ദേ മാതരം. ഇങ്ങനെ നെഞ്ചിൽ കൈവച്ച് വിളിക്കാൻ ഒരു യഥാർത്ഥ ഇന്ത്യക്കാരിക്ക് കഴിയൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് നവ്യ നായർ വിളിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, നിങ്ങൾ എന്തുകൊണ്ട് അത് വിളിക്കുന്നില്ല, നിങ്ങൾ എന്തുകൊണ്ട് ഉഷാറായി അത് വിളിക്കുന്നില്ല എന്ന കാണികളോട് നവ്യ നായർ ചോദിക്കുന്നുമുണ്ട്. അപ്പോൾ അവരെ ഉഷാറോടെ അത് ആവർത്തിച്ച് വിളിക്കുന്നതും നമുക്ക് ആ വീഡിയോയിൽ കാണാം. എന്നാലും അതും കൂടെ പ്രേക്ഷകർ ഒന്ന് കണ്ടോളൂ. അപ്പൊ അത് മാത്രമേ പ്രാർത്ഥിക്കാനുള്ളൂ. നമ്മുടെ ഇന്ത്യൻ ആർമിക്ക് നമ്മൾ കൊടുക്കേണ്ടത് ഈ ഒരു ഇൻസ്പിറേഷനാണ്. ഒന്നിച്ചൊറ്റക്കെട്ടായി നിന്ന് നമുക്ക് പോരാടണം. നവ്യ നായർ പറയുന്നത് മറ്റൊന്നുമല്ല, പഹൽഗാമിൽ 26 പേരുടെ ജീവൻ എടുത്ത ഭീകരവാദികൾക്ക് നമ്മുടെ ഇന്ത്യൻ സൈന്യം മറുപടി കൊടുത്തതിനെ കുറിച്ചാണ്. ഇന്ത്യൻ സൈന്യത്തിന്റെ പോരാട്ട വീര്യത്തെക്കുറിച്ചാണ്. ഇന്ത്യൻ സൈന്യം കാണിക്കുന്ന ആത്മാർത്ഥതയെക്കുറിച്ചാണ്. നമുക്ക് വേണ്ടി ഉറക്കം ഒഴിഞ്ഞിരിക്കുന്ന ഇന്ത്യൻ സൈന്യത്തെക്കുറിച്ചാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ നമ്മുടെ രാജ്യത്ത് സ്വതന്ത്രമായി ജീവിക്കുന്നതും നമ്മുടെ രാജ്യത്ത് സ്വതന്ത്രമായി സഞ്ചരിക്കുന്നതും നമ്മുടെ രാജ്യത്ത് ഭീകരർ നുഴഞ്ഞു കയറി നമ്മുടെ സ്വൈര്യ ജീവിതത്തെ ഇല്ലാതാക്കാത്തതും എന്തുകൊണ്ടാണ് എന്ന് ഈ ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ കേരളത്തിലുള്ള പാക് പ്രേമികൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതാ നമ്മുടെ ഇന്ത്യൻ സൈന്യം, 50 ലക്ഷത്തോളം വരുന്ന നമ്മുടെ ഇന്ത്യൻ സൈന്യം, കര വ്യോമ നാവിക മാർഗത്തിൽ നാവികസേനകളിലുള്ള നമ്മുടെ ഇന്ത്യൻ സൈന്യം നമുക്ക് വേണ്ടി അതിർത്തികളിൽ അവർ ഉറക്കമൊഴിച്ച് ആഹാരമില്ലാതെ നമുക്ക് വേണ്ടി സുരക്ഷിതമായി നമ്മുടെ സുരക്ഷയ്ക്കായി കാവൽ നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് എന്ന് കേരളത്തിലും ഇന്ത്യയിലുമുള്ള പാക് സ്നേഹികൾ വല്ലപ്പോഴും ഒന്ന് ചിന്തിക്കണം. ഇവിടെ ഇരുന്നു കൊണ്ട് പാകിസ്ഥാന് വേണ്ടി നിനക്കൊക്കെ ജയ് വിളിക്കാൻ കഴിയും. പക്ഷേ പാകിസ്ഥാനിൽ ചെന്ന് ഇന്ത്യക്ക് വേണ്ടി ഒന്ന് ജയ് വിളിച്ചു നോക്കുക. അപ്പൊ കാണാം പാകിസ്ഥാന്റെ തനിക്കൊണം. പാകിസ്ഥാനിൽ 2 or 3 ഫ്രണ്ട്സ് ഉണ്ട് എന്ന് കരുതി പാകിസ്ഥാനിലുള്ളവരെല്ലാം ഇന്ത്യൻ സ്നേഹികളാണ് എന്ന് വിചാരിക്കരുത്. എങ്ങനെയാണ് പാകിസ്ഥാനിൽ കൂട്ടുകാരുണ്ടായതെന്നും പാകിസ്ഥാനിൽ എങ്ങനെയാണ് ഈ കൂട്ടുകാർ വഴി ബന്ധമുണ്ടാക്കിയതെന്നും ഒക്കെയുള്ളത് NIA ഒരു ഭാഗത്തുകൂടി അന്വേഷിച്ച് വരികയാണ്. പല മക്കളുമാരോടുമാണ് ഈ പറയുന്നത്. അതായത് എങ്ങനെയും ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് പാക് സ്നേഹം വളർത്തുക എന്നുള്ളതാണ്. ഇവിടെയാണ് നവ്യ നായർ എന്ന് പറയുന്ന നടി വേറിട്ട് നിൽക്കുന്നത്. അവർ സിനിമയിൽ മാത്രമേ അഭിനയം കാഴ്ചവെക്കൂ, ജീവിതത്തിൽ അതില്ല എന്ന് അവർ കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്. ഇത് അവിടെ ഇരിക്കുന്ന കാണികളോട് മാത്രമല്ല, കേരളത്തിലുള്ള പാക് സ്നേഹികളോട് കൂടി അവർ പറയുകയാണ്. നമ്മുടെ സൈനികരെ ഏറ്റവും കൂടുതൽ അവർക്ക് അഭിനന്ദനം നൽകേണ്ട സമയമാണ് ഇത്. നമുക്ക് വേണ്ടി പാകിസ്ഥാന്റെ ഓരോ മിസൈലുകളെ പ്രതിരോധിച്ച് നമ്മുടെ ഒരു ആൾക്ക് പോലും ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ അവർ കഷ്ടപ്പെടുന്നത്, നമുക്ക് വേണ്ടി മരിക്കാൻ പോലും തയ്യാറായി നിൽക്കുന്ന നമ്മുടെ ജവാന്മാർ, നമ്മുടെ സൈനികർ, അവരുടെ വീട്ടിലെ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല അതിർത്തികളിൽ എപ്പോൾ വേണമെങ്കിലും ആക്രമണത്തെ നേരിടാനായി തയ്യാറായി നിൽക്കുന്നത്. ഇന്ത്യയിലെ 140-ലധികം വരുന്ന ജനങ്ങൾക്ക് വേണ്ടിയാണ് അവർ ഈ പണി ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാത്ത കുറെ എണ്ണം ഇവിടെ കിടന്ന് കുരയ്ക്കുന്നുണ്ട്. അതായത് ഹമാസിന് വേണ്ടിയിട്ടും പലസ്തീന് വേണ്ടിയിട്ടും ജയ് വിളിക്കുന്ന, ഹമാസിന് വേണ്ടിയിട്ടും പലസ്തീന് വേണ്ടിയിട്ട് കുരയ്ക്കുന്ന, ഹമാസിന്റെയും പലസ്തീന്റെയും നേതാക്കൾക്ക് വേണ്ടിയിട്ട് അവർ മരിക്കുമ്പോൾ രക്തസാക്ഷികൾ മണ്ണിൽ വീണുടഞ്ഞു എന്ന് പറയുന്ന കുറെ മൗദൂദികളുണ്ട്. ഇവിടെ ഇരുന്ന് പറയുകയാണ്, ഇസ്മയിൽ ഹനീഫ മരിച്ചപ്പോൾ രക്തസാക്ഷി മരിച്ചു. എന്ത് രക്തസാക്ഷി? കുറെ എണ്ണത്തിനെ കൊന്നു തീർത്ത ഇവന്റെ ഒക്കെ പേരാണോ രക്തസാക്ഷി എന്ന് പറയുന്നത്? ഇന്ത്യയുടെ ജനങ്ങൾക്ക് വേണ്ടി വീരമൃത്യു വരിക്കുന്ന ഓരോ ജവാനുമാണ് രക്തസാക്ഷി എന്ന് പറയുന്നത്. അവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ടല്ല മരിക്കുന്നത്, അല്ലെങ്കിൽ വീരമൃത്യു മരണത്തെ ഏറ്റുവാങ്ങുന്നത് ഇന്ത്യയിലെ ഓരോ ജനങ്ങളുടെയും സുരക്ഷയ്ക്ക് വേണ്ടിയാണ്.
അവരെ എത്രയധികം അഭിനന്ദിച്ചാലും മതിയാവില്ല എന്നുള്ളതാണ്. ഇന്ത്യൻ ജവാന്മാരാണ് ഇന്ത്യയുടെ കരുത്ത്, ഇന്ത്യയുടെ വിജയം എന്ന് പറയുന്നത് ഇന്ത്യൻ ജവാന്മാർ തന്നെയാണ്. എല്ലാ ജോലിക്കും അതിൻ്റെതായ മഹത്വമുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ ഇന്ത്യൻ അതിർത്തികൾ കാക്കുന്ന, ഇന്ത്യയെ കാക്കുന്ന നമ്മുടെ സൈനികരുടെ ജോലി എന്ന് പറയുന്നത് വ്യത്യസ്തം തന്നെയാണ്. അത് പറയാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അവർക്ക് എല്ലാ ആനുകൂല്യങ്ങളും നൽകിക്കൊണ്ട് എന്തിനാണ് അവരെ സർക്കാരുകൾ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പോകുന്നതെന്ന് ചോദിച്ചാൽ അവരുടെ ഒരു വീഴ്ച മതി. അവരൊന്ന് തളർന്നു പോയാൽ ഈ രാജ്യം അപകടത്തിലാകുമെന്ന് അവർക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് അവരുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് നമ്മുടെ നരേന്ദ്രമോദി സർക്കാർ അവരുടെ ജീവന് വലിയ വില നൽകിക്കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ ജീവൻ നമുക്ക് വലിയ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ഇവിടെ ഇസ്മയിൽ ഹനിയ എന്ന് പറയുന്ന ഹമാസിന്റെ നേതാവ് മരിച്ചപ്പോൾ ഇവിടെ പ്രതിഷേധം നടത്തി. ഇവിടെ ഹമാസിന്റെ നേതാക്കളെ ആനപ്പുറത്ത് വെച്ച് എഴുന്നള്ളിച്ചു കൊണ്ടുപോയി. ഇന്ത്യയിലായതുകൊണ്ട് ഇത് നടക്കും, കേരളത്തിലായതുകൊണ്ട് പ്രത്യേകിച്ച് ഇത് നടക്കും. മറ്റ് ഏതെങ്കിലും രാജ്യങ്ങളിൽ പോയി ഈ തെമ്മാടിത്തരം കാണിച്ചാൽ ആ രാജ്യത്ത് പിന്നെ ഇവന്റെയൊക്കെ തലയുണ്ടാവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും നവ്യ നായർ പറയുന്ന കാര്യങ്ങൾ അത് ഓരോ ഇന്ത്യക്കാരനും കേൾക്കേണ്ട കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഓരോ പാക് പ്രേമികളായ മലയാളികൾ കേൾക്കേണ്ട കാര്യം തന്നെയാണ്. ഇവിടെ ഇരുന്നു കൊണ്ട് പാകിസ്ഥാനെ പുകഴ്ത്തുന്ന ഒരു മാധ്യമ പ്രവർത്തനം, അതായത് പാകിസ്ഥാൻ പറയുന്നു ഇന്ത്യയുടെ 5 വിമാനങ്ങളെ ഇടിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ ഇന്ത്യയുടെ 5 വിമാനങ്ങൾ തകർത്തു എന്ന് പറയുന്നു. അതും എത്രത്തോളം സത്യമാണെന്നുള്ളത് അറിയില്ല. ഇന്ത്യയുടെ വിമാനങ്ങളൊന്നും തൊടാൻ പാകിസ്ഥാന് കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ ഈ മാധ്യമ പ്രവർത്തകൻ പറയുന്നു ഇന്ത്യയുടെ പ്രതിരോധ ശേഷി ദുർബലമാണ്, ഇന്ത്യയുടെ 7ഓളം വിമാനങ്ങൾ തകർത്ത് കളഞ്ഞു, ഇന്ത്യക്ക് തിരിച്ചടിക്കാൻ ശക്തിയില്ല എന്നൊക്കെ പറഞ്ഞ് അയാളുടെ ചാനല് പൂട്ടിക്കെട്ടി എന്നുള്ളതാണ്. വേറൊരുത്തി പറയുന്നു ഇവിടെ 10 പേരെ കൊന്നാൽ അവിടെ 10 പേരെ കൊന്നാൽ തീരാവുന്ന പ്രശ്നമാണോ? പിന്നെ ഭീകരവാദികൾ വന്ന് നമ്മുടെ സാധാരണക്കാരായ ജനങ്ങളെ തൊടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കൈയും കെട്ടി നോക്കിക്കൊണ്ട് നിന്നിട്ട് ഇന്ത്യയിൽ ഒരുപാട് ആളുകൾക്ക് പാകിസ്ഥാനിൽ ഒരുപാട് കൂട്ടുകാരുണ്ട്, അതുകൊണ്ട് പാകിസ്ഥാനെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ഈ കൂട്ടുകാരികൾക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് കരുതി നമ്മളിങ്ങനെ മിണ്ടാതിരിക്കണം എന്ന് പറയണമായിരുന്നോ? എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ആളുകളെ കൊന്നിട്ട് പോകുമ്പോൾ നമ്മൾ കൈയും കെട്ടി നോക്കി നിൽക്കണോ ഭീരുക്കളെ പോലെ? അതിന് ഇന്ത്യക്ക് കഴിയില്ല, ഇന്ത്യയുടെ സൈന്യത്തിന് കഴിയില്ല, ഇന്ത്യയുടെ ഭരണകൂടത്തിന് കഴിയില്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും നവ്യ നായരുടെ ഇത്തരം വാക്കുകൾ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ വരും തലമുറയ്ക്ക് കൂടി പ്രചോദനമാണ്. നമ്മുടെ സേന എത്രത്തോളം കരുത്തുറ്റതാണ്, നമ്മുടെ സേനയ്ക്ക് എത്രത്തോളം കഴിവുകളുണ്ട്, നമ്മുടെ ആയുധ ശേഖരങ്ങൾ എത്രത്തോളമാണ്, ഇതൊക്കെ ഇന്ത്യയെക്കുറിച്ച് മനസ്സിലാക്കാൻ, 2014 ശേഷമുള്ള ഇന്ത്യയുടെ വളർച്ചയെക്കുറിച്ച് മനസ്സിലാക്കാൻ, ഇന്ത്യ പഴയ ഇന്ത്യയല്ല എന്നതിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ യുവതലമുറകൾ ശ്രമിക്കുക എന്നുള്ളതാണ്. കുത്തിത്തിരിപ്പുണ്ടാക്കാനും അല്ലെങ്കിൽ പാകിസ്ഥാനിലെ ആളുകളെ സ്നേഹിക്കാനും ഒക്കെ ഒരുപാട് പേരുണ്ടാകും. നമ്മുടെ മാതൃരാജ്യത്തെ സ്നേഹിക്കുന്നതാണ് നമുക്കെപ്പോഴും നമുക്ക് വിലയുള്ള നമ്മുടെ മാതൃരാജ്യത്തെ സ്നേഹിക്കുന്നത്. അതായത് പെറ്റമ്മയും പിറന്ന നാടും സ്വർഗത്തേക്കാൾ മഹത്വം എന്നാണ് പറയുന്നത്. അപ്പോ പെറ്റമ്മ കഴിഞ്ഞാൽ നമ്മുടെ പിറന്ന നാടാണ് നമ്മുടെ മറ്റൊരമ്മ എന്ന് പറയുന്നത്. ആ രാജ്യത്തെ സ്നേഹിക്കുന്നതാണ് നമുക്ക് ഏറ്റവും വലുതെന്ന് മനസ്സിലാക്കി തരികയാണ് നവ്യ നായർ കുറച്ച് വാക്കുകളിലൂടെ എന്നുള്ളതാണ്. എന്തായാലും നവ്യ നായർക്ക് ഒരു ബിഗ് സല്യൂട്ട് നൽകുകയാണ്.